സുഫിക്സം വെക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിജ്ഞാപനം കൂടി അതിന്റെ ഭാഗമായിട്ട് വന്നു. കേരള ഇന്ത്യ ഗസറ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു പ്രൈവറ്റ് സംഘടന കേരളത്തിലെ ഹൈക്കോടതിയിലെ ഒരു സിംഗിൾ ബെഞ്ചിൽ വന്നൊരു കേസ് എടുത്തപ്പോൾ ആ കേസിലെ പോയി ആ കേസിനകത്ത് പോയി ആ കേസിന്റെ ഭാഗമായിട്ട് രണ്ട് വാക്ക് പറയുവാൻ ഒരു വക്കീലിനെ പോലും വിടുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് ഈ പറയുന്ന കൗൺസിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഈ കൗൺസിലിനോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് 1/12/2025 ഈ കേസ് വീണ്ടും വരുമ്പോൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വക്കീലന്മാരെ നിങ്ങൾ നിർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന കൗൺസിൽ ചെയർമാൻ ഉണ്ടല്ലോ, അങ്ങ് കോഴിക്കോട് ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർഡ് ആയതിനു ശേഷം ഇപ്പോൾ ഈ കസേരയിലിരുന്ന് നിവർന്നിരിക്കുകയാണല്ലോ. വളരെ വിശാലമായിട്ടുള്ള ഓഫീസ് റൂമും മറ്റ് സമുച്ചയങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കേരളത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തീരുമാനിക്കണം. ഞങ്ങളെ സംരക്ഷിക്കാത്ത കൗൺസിലിനെ ഞങ്ങൾ എന്തിനാണ് ഈ പറയുന്ന കണക്ക് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും എടുക്കുന്നത്? ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയതാ. നിങ്ങൾ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കും അതേ രീതിയിൽ തന്നെ തിരിച്ച് പ്രതികരിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ഇതിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ കൊടുന്നനെ ഈ വിധി വന്ന് 2 ദിവസം കഴിയുമ്പോൾ 2 പ്രവൃത്തി ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഒരു 10-300 പേരെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു സമരം നടത്തുവാൻ ഈ പറയുന്ന സംഘടനയ്ക്ക് കഴിയുമെങ്കിൽ ഇതിനേക്കാൾ ഇരട്ടി ആൾക്കാരെ എല്ലാ ജില്ലയിൽ നിന്നും കൃത്യമായി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഒരു വലിയൊരു നെടുനീളം സമരം, രാപ്പകൽ സമരമായിരുന്നാലും അനിശ്ചിത സമരമായിരുന്നാലും നടത്തിക്കൊണ്ട് ഈ ചെയർമാനെയും ബാക്കിയുള്ളവരെയും ഇതിനകത്ത് ഏൽക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളടക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ സ്വയം നിയന്ത്രിതരായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ പോലീസുകാർ അടക്കമുള്ളവരുണ്ട്. പക്ഷേ ഞങ്ങള് ഈ പറയുന്ന ഇതിനകത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടല്ല ഞങ്ങൾ വന്നത്. അങ്ങനെ തീരുമാനിച്ച ഒരു ദിവസം ഞങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും ഇതിനകത്തേക്ക് പിന്നെ ഈ പറയുന്ന ചെയർമാനും ബാക്കി അംഗങ്ങളും കയറുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ലെന്നും ഞങ്ങളെല്ലാം ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിനുശേഷം വീണ്ടുമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഇവിടെ വന്നിരുന്ന ക്ലിനിക്കുകൾ അടച്ചിട്ട് അവരുടെ സേവനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുവാൻ തയ്യാറാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെയർമാനായിരുന്നാലും ശരി, മറ്റാർക്കായിരുന്നാലും ശരി, താങ്ങി നിർത്തുവാൻ വേണ്ടിയിട്ട് കഴിയില്ല. ആരോഗ്യ മേഖലയ്ക്കകത്ത് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഇടപെടൽ KPCയുടെയും കൂടി ഭാഗമാണ്. KPC അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് നിൽക്കും. തീർച്ചയായും ഇതൊരു താക്കീത് മാത്രമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കും.